കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ബീച്ച് ആശുപത്രിയിൽ പുതിയ കെട്ടിടത്തിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ട് 5 വർഷമായെങ്കിലും കെട്ടിടം പോയിട്ട് തറ നിർമ്മാണം പോലും ഇതുവരെ നടത്തിയിട്ടില്ല. മാസ്റ്റർ പ്ലാൻ പ്രകാരം 2021 ഫെബ്രുവരി 18-നാണ് മുഖ്യമന്ത്രി പദ്ധതിക്ക് തറക്കല്ലിട്ടത്. ഇന്നും കെട്ടിടത്തിനായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2021 ഫെബ്രുവരി 18-നായിരുന്നു പദ്ധതിയുടെ ശിലാസ്ഥാപനം. എന്നാൽ 5 വർഷം പിന്നിട്ടിട്ടും കെട്ടിടത്തിന്റെ തറ നിർമ്മാണം പോലും ആരംഭിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. പദ്ധതിയുടെ ഭാഗമായി പഴയ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ പൊളിച്ചുമാറ്റിയതൊഴിച്ചാൽ മറ്റു നിർമ്മാണ പ്രവൃത്തിയും ഉണ്ടായില്ല. സാധാരണയായി കരാർ നൽകിയ ശേഷമാണ് പ്രവൃത്തി ഉദ്ഘാടനം നടക്കാറെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തറക്കല്ലിടൽ നടത്തിയെന്നതാണ് ആരോപണം. കിഫ്ബി ഫണ്ടിൽ നിന്നും 2 ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ആദ്യഘട്ടത്തിൽ 87 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയത്. ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള ജില്ലാ വെക്ടർ കൺട്രോൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ആശുപത്രിയിലെ ഒരു വാർഡ് വെക്ടർ കൺട്രോൾ റൂം ഓഫീസാക്കി മാറ്റി നൽകുകയായിരുന്നു. സർജിക്കൽ ബ്ലോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നിലവിലെ കെട്ടിടം പൈതൃക ബ്ലോക്കാക്കി ആവശ്യമായ നവീകരണം നടത്തി നിലനിർത്താനും പദ്ധതി ലക്ഷ്യമിട്ടിരുന്നു. ബഹുമാനനായ മുഖ്യമന്ത്രിയാണ് തറക്കല്ലിട്ടത്. അതിൽ സർജിക്കൽ ബ്ലോക്കിനുള്ള 87 കോടി രൂപ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. ആ വകയിരുത്തിയ കാശ് നേടിയെടുത്ത് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് യാഥാർത്ഥ്യമാക്കുന്നതിൽ നമ്മുടെ സ്ഥലം MLAക്ക് ഉണ്ടായ ഭരണപരമായ വലിയ പരാജയമാണ് സത്യത്തിൽ. അതിൽ വേണ്ട യാതൊരു ഗൗരവപരമായ നടപടിക്രമങ്ങളും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള അവസ്ഥ. പക്ഷെ അതിനെ മറച്ചു വെക്കാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ കേസുണ്ട് എന്നൊക്കെയാണ്. കേസൊക്കെ ഈ അടുത്ത് 2-3 മാസത്തിനുള്ളിൽ ഉണ്ടായതാണ്. ഈ നീണ്ട 5 വർഷക്കാലം ഒരു കേസ് ഉണ്ടായിരുന്നില്ല. ഇൻകലിനാണ് നിർമ്മാണ ചുമതല. എസ്റ്റിമേറ്റ് തുകയേക്കാൾ 5% കുറവിൽ ഗുജറാത്തിലെ ഒരു കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത്. അഡീഷണൽ പെർഫോമൻസ് ഗ്യാരണ്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കമ്പനി തയ്യാറായില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇതിനെതിരെ കമ്പനി കോടതിയെ സമീപിച്ചപ്പോൾ നിർമ്മാണം തടസ്സപ്പെട്ടെന്നാണ് അധികൃതർ പറയുന്നത്. ജനം, കോഴിക്കോട്.